ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ എരിഹോ അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്ന് പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ നസ്രായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവനോട് അറിയിച്ചു. കുരുടനായ ഒരു മനുഷ്യൻ വഴിയരികെ ഇരുന്നപ്പോൾ പുരുഷാരം കടന്നു പോകുന്നത് കണ്ടിട്ട് അവൻ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് പറയുവാൻ ഇടയായി. അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ കൂടെയുള്ളവർ അവനെ ശാസിച്ചു. എന്നാൽ കർത്താവ് മറ്റുള്ളവരെ വഴക്ക് പറയുവാൻ ഇടയായി. അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചപ്പോൾ അവനോ പിന്നെയും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികമായി ഉച്ചത്തിൽ നിലവിളിക്കുവാൻ ഇടയായി. എന്നാൽ യേശു തിരിഞ്ഞു നിന്ന് അവനെ നോക്കി ചോദിച്ചു, അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണമെന്ന്. അമ്മേ സ്തോത്രം. അവൻ്റെ ആ വിശ്വാസം, കുരുടൻ്റെ ആ വിശ്വാസമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവനൊരു വിശ്വാസമുണ്ട്. അവൻ കണ്ടല്ല, അവൻ അറിഞ്ഞൊരു വിശ്വാസമുണ്ട്. അവൻ പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. അപ്പോൾ ക്രിസ്തു തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ കണ്ണിനെ കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്ഷണത്തിൽ തന്നെ കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ യേശുവിനോട് കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ തന്നെ കാഴ്ച പ്രാപിച്ചു. അതുപോലെ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചുകൊണ്ട് ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിൻ്റെ പുകഴ്ച കൊടുത്തു. കണ്ണിന് കാഴ്ചയില്ലാത്തവന് ദൈവത്തോടുള്ള ആ വിശ്വാസം, ദൈവം വിചാരിച്ചാൽ തൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുമെന്ന് അവന് വിശ്വസിച്ചു ഉറച്ചു. ആ പുരുഷാരത്തേക്ക് കണ്ടപ്പോൾ പുരുഷാരത്തിൻ്റെ നടുവിൽ കൂടി അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കാനിടയായി. എന്നാൽ ബാക്കിയുള്ളവർ തിരിഞ്ഞു നിന്ന് മിണ്ടാതിരിപ്പാൻ അവനോട് ആജ്ഞാപിച്ചു. അപ്പോഴും അവൻ ഉറക്കെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ അവൻ്റെ വിശ്വാസം അതുപോലെയാണ്. അവൻ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ തൽക്ഷണം കർത്താവ് തിരിഞ്ഞു നിന്ന് അവന് കാഴ്ച കൊടുത്തു. നിനക്ക് കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാനിടയായി. അപ്പോൾ തന്നെ അവൻ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവിടെ കൂടെ നിന്നവരും ദൈവത്തെ കൂടുതൽ മഹത്വീകരിപ്പാൻ ഇടയായി. അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി. ആമേൻ. സ്തോത്രം. ഈ വചനം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.